Hi dear children, let us start our class. Today we are going to start our second chapter, that is equation of motions. In this chapter we mainly derive the equations of motion. Before that, look at this figure. There is a conversation between two friends. Here, the girl says, "This coconut tree is very tall. Is there any way to find its height?" എന്താ പെൺകുട്ടി പറഞ്ഞത്? ഈ ഒരു കോക്കനട്ട് ട്രീ ഭയങ്കര ഹൈറ്റ് ഉണ്ട് അല്ലേ, ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അപ്പം ആ ബോയ് റിപ്ലൈ പറയാണ്, "ഐ ക്യാൻ പ്രൊവൈഡഡ് ദി ടൈം ടേക്കൺ ബൈ ദി കോക്കനട്ട് ടു റീച്ച് ദി ഗ്രൗണ്ട് ഈസ് ഗിവൺ." എന്നെക്കൊണ്ട് പറ്റും, പക്ഷെ നീ എന്ത് തരണം? ഈ ഒരു കോക്കനട്ട് അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ടൈം ടേക്കൺ, ഓരോ സെക്കൻഡിലും എത്ര ടൈം എടുക്കുന്നു എന്നുള്ളത് നീ തന്നു കഴിഞ്ഞാൽ ഞാൻ പറയാം വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദിസ് കോക്കനട്ട് ട്രീ. ഹൗ ക്യാൻ ഹി ഡു ദാറ്റ്? ഹൗ? ബിഫോർ ഗോയിങ് ടു ദാറ്റ് പോയിന്റ്, ഫസ്റ്റ് വി ഡിസ്കസ് ദി മോഷൻ. ഇൻ ദി ലാസ്റ്റ് ഇയർ യു ലേൺ മോഷൻ in your physics class. That is your second chapter. In that chapter, which are the things you learn relating to motion? You learn reference body, velocity, speed, uniform velocity, uniform speed, retardation, etc. etc. Clear? So, on this basis, we start this chapter. In this figure, you can see a stone is falling from the top. Or we can say is that dropped a ball or a coconut and a stone from height one by one, all of them are fall down. അല്ലേ, എന്ത് മുകളിൽ നിന്ന് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ എങ്ങോട്ടാ വീഴുക? താഴോട്ടേക്ക് വീഴും. Why? That is due to gravitational force. What is the gravitational force? An earth attract all objects towards the center. അല്ലേ, എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ഒബ്ജക്ട്സിനെയും അതിൻ്റെ സെൻറ്ററിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ക്ലിയർ? അതുകൊണ്ടാണ് എന്തും, ആപ്പിളാണെങ്കിലും എന്താണെങ്കിലും താഴോട്ട് വീഴും. എങ്ങോട്ടാണ് വീഴുന്നത്? താഴോട്ടേ വീഴത്തുള്ളൂ അല്ലേ. എന്തുകൊണ്ടാണ് മുകളിലോട്ട് പോകാത്തത്? തേങ്ങ താഴോട്ടല്ലേ വീഴുന്നത്, എന്തുകൊണ്ടാണ് മുകളിലോട്ട് പോകാത്തത്? ദാറ്റ് ഈസ് ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഹൂ ഡിസ്കവേർഡ് ദിസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? സർ ഐസക് ന്യൂട്ടൺ. അല്ലേ, നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. എന്ത്? സർ ഐസക് ന്യൂട്ടൺ ഒരു ആപ്പിൾ മരത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആപ്പിൾ താഴെ വീണ കഥ അല്ലേ. അന്നേരമാണ് അദ്ദേഹം തിങ്ക് ചെയ്തത്, എന്തുകൊണ്ട് ആപ്പിൾ താഴോട്ട് വീണു, എന്തുകൊണ്ട് പകരം ആപ്പിൾ മുകളിലോട്ട് പോയില്ല. ആ ഒരു കാര്യത്തിൽ നിന്നാണ് അദ്ദേഹം എന്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടെത്തിയത്. സോ വാട്ട് ഈസ് എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? ദാറ്റ് ഈസ് എർത്ത് അട്രാക്ട്സ് all objects towards to its center. What is the gravitational force of earth? That is 9.8 meter per second. 9.8 meter per second. Look at this figure. Here giving time and velocities are given. Clear? എന്തിൻ്റെ ടൈം ആൻഡ് വെലോസിറ്റി എന്നറിയാവോ? അതായത് ഒരാളൊരു കല്ല് മുകളിൽ നിന്ന് താഴേക്ക് ഇടുകയാണെങ്കിൽ അവിടെ ഉള്ള ടൈമും ഓരോ ടൈമിലും ഉണ്ടാകുന്ന വെലോസിറ്റിയാണ് കൊടുത്തത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് ആൻസർ പറയാൻ പറ്റുമോ? നോക്കിയേ. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ സ്റ്റോൺ വെൻ ടൈം ഈസ് 0 സെക്കൻഡ്? 0 സെക്കൻഡിനാകുമ്പോൾ എത്രയാണ് വെലോസിറ്റി? നേരെ നോക്കിയാൽ മതി. എത്രയാ? 0 മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ? നെക്സ്റ്റ്, വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ സ്റ്റോൺ ആഫ്റ്റർ 1 സെക്കൻഡ്? നേരെ നോക്കുക, 1 സെക്കൻഡിന് എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. Clear? What is the velocity of the stone after 2 seconds? That is 20 meter per second. What is the velocity of the stone after 3 seconds? 30 meter per second. What is the velocity of the stone after 4 seconds? That is 40 meter per second. ഓരോന്നിനെ നേരെ കൊടുത്തിട്ടുണ്ട്. Before that, what is velocity? നമ്മൾ പഠിച്ചതാണ്. വാട്ട് ഈസ് വെലോസിറ്റി? വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈം, ഓർ ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്.
Clear? Velocity is the rate of change of displacement. What is the unit of velocity? The unit of velocity is meter per second. M എന്നിട്ട് ഒരു വര ഇടും. അതിനാണ് നമ്മൾ per എന്ന് വായിക്കും. എന്നിട്ട് second. Meter per second. Clear? Using these values, you can complete this table. So, everyone should complete this table 2.1. So, this is the answer. Clear? Using this table, we can complete the acceleration or find out the acceleration. So, before that, what is acceleration? Acceleration is the rate of change in velocity. Or what is the equation of acceleration? That is, acceleration equal to change in velocity by time, or A equal to V minus U by T. So, this is the equation of acceleration, that is A equal to V minus U by T. A is the acceleration, V is the final velocity, U is the initial velocity, and T is the time. A is the acceleration, V is the final velocity, U is the initial velocity. എന്താ ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലുള്ള വെലോസിറ്റി U, ഫിനിഷിങ്ങിലുള്ളതാണ് V. The unit of acceleration is meter per second square. Clear? Meter per. ആ വരയ്ക്ക് നമ്മൾ എന്താ വായിക്കുക? Per second square. Clear? The unit of acceleration is meter per second square. This is a vector quantity. From this table, can you find out the acceleration of stone in 4 seconds? Acceleration of the stone in 4 seconds. What is the equation of acceleration? That is A equal to V minus U by T. Clear? What is V? V is the final velocity, U is the initial velocity, and T is the time. Clear? So, what is the acceleration? Here, what is U and what is V? The initial velocity is 0. അല്ലെ, സ്റ്റാർട്ടിങ്ങിലുള്ള വെലോസിറ്റി എത്രയാണ്? 0 ആണ്. ക്ലിയർ? നമ്മളോട് പറഞ്ഞത് 4 സെക്കൻഡിലാണ് പറഞ്ഞത്. അപ്പോൾ ഫൈനലുള്ളത് ഏത് വെലോസിറ്റിയാണ്? 40 ആണ്. ക്ലിയർ? ഇനീഷ്യൽ 0, ഫൈനൽ വെലോസിറ്റി 40. അപ്പോൾ നമ്മളിവിടെ റൈറ്റ് സൈഡിൽ മാർജിൻ വരച്ചിട്ടായിരുന്നു നമ്മൾ പഠിച്ചാണ് കഴിഞ്ഞ വർഷം. U എത്രയാണ്? ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലുള്ള വെലോസിറ്റി 0 ആണ്. U ഈക്വൽ ടു 0. V ഫൈനൽ വെലോസിറ്റി എത്രയാ കൊടുത്തിട്ടുണ്ട് ഇവിടെ? എത്രയാണ്? 40 അല്ലേ? 40 മീറ്റർ പെർ സെക്കൻഡ്. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. ഈ ബോക്സിൽ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് എന്നും വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡും ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഓരോ ബോക്സിലും എഴുതേണ്ട ആവശ്യമില്ല. ക്ലിയർ? സോ ടൈമും എത്രയാണ് കൊടുത്തിട്ടുള്ളത്? നമ്മുടെ ക്വസ്റ്റ്യൻ എത്രയാണ്? ടൈം 4 സെക്കൻഡ് അല്ലേ? എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഫൈൻഡ് ഔട്ട് ദി ആക്സലറേഷൻ ഓഫ് ദ സ്റ്റോൺ ഇൻ 4 സെക്കൻഡ് ആണ്. അപ്പോൾ ടൈം 4 സെക്കൻഡ് ആണ്. ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണ്. V എത്രയാണ്? 40 മൈനസ് U നമ്മൾ എഴുതിയിട്ടുണ്ട്. എത്രയാണ്? U 0 ബൈ ടൈം 4. ക്ലിയർ? 40 മൈനസ് 0 എന്ന് പറഞ്ഞാൽ എത്രയാ? 40 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? 10 എന്ന് കിട്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ. വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ? ദാറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ? From the equation of acceleration, we can derive the equation of motion. We can derive the first equation of motion. What is the equation of acceleration? That is A equal to V minus U by T. Clear? ഇനി നമ്മളിവിടെ V എന്ന് പറഞ്ഞ ഇക്വേഷനാണ് കാണേണ്ടത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. ക്ലിയർ? അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യണം. നമ്മളിവിടെ ചെയ്യുക ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ്. അതായത് ഇവിടെ ഉള്ളത് ഇങ്ങോട്ട് പോവും, ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട്. അതായത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ക്ലിയർ? ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ V മൈനസ് U ബൈ T ആണ്, ഡിവൈഡഡ് ബൈ T ആണ്.
അല്ലേ? ഈ ഡിവൈഡഡ് ബൈ ടിയെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതായത് ഈ സമം ഇക്വേഷൻ ഈക്വൽ ടു എന്നുള്ള സൈനിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഡിവൈഡഡ് ആണെങ്കിൽ അത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ അത് എന്തായിട്ട് മാറുമെന്നറിയുമോ? മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറും. മൾട്ടിപ്ലിക്കേഷൻ ഇക്വേഷൻ്റെ അതായത് ഈക്വൽ ടു എന്നുള്ള സൈനിൻ്റെ ഇപ്പുറത്തോട്ട് പോവുകയാണെങ്കിൽ, ഈ ഒരു സൈനിൻ്റെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ പോവുകയാണെങ്കിൽ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറും, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനായിട്ട് മാറും. പ്ലസ് ആണെങ്കിൽ അത് മൈനസ് ആകും, മൈനസ് ആണെങ്കിൽ അത് പ്ലസ് ആകും. ക്ലിയർ? ഓപ്പോസിറ്റ് സൈനായിട്ട് മാറും. അത് ഓർത്ത് വയ്ക്കുക. ഇനി നോക്കിക്കോളാം, ഞാനിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ആണ്, അതായത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്താണ്? എ ടി ഈക്വൽ ടു, അല്ലേ? ഇവിടെ ഡിവൈഡഡ് ബൈ ടി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളതാക്കി എ ഇൻറ്റു ടി ആയി. ഡിവൈഡഡ് ബൈ ഈ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തോട്ട് പോയപ്പോൾ അത് ഇൻറ്റു ആയിട്ട് മാറി. അപ്പോൾ എ ടി ഈക്വൽ ടു വി മൈനസ് യു. ക്ലിയർ? ഇനി നമ്മൾ വിനെ ഉണ്ടാക്കണം. വി ഈക്വൽ ടു, നമുക്കറിയാം എന്താണ് ഇവിടെ എ ടി എന്നുണ്ട് ഓൾറെഡി, അല്ലേ? എ ടി എന്നുണ്ട്. ഇനി ഈ വിയെ ഈ യു ഈ എ ടിയുടെ അടുത്തേക്ക് പോവുകയാണ്, അതായത് യുവിൻ്റെ പൊസിഷൻ മാറുകയാണ്, ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് പോയി. അപ്പോൾ ഇവിടെ മൈനസ് യു എന്നുള്ളത് ഈക്വൽ ടു കഴിഞ്ഞ് അപ്പുറത്ത് പോകുമ്പോൾ അത് എന്തായിട്ട് മാറും? പ്ലസ് യു ആയിട്ട് മാറും. ക്ലിയർ? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വളരെ ഈസിക്ക് വേണ്ടിയിട്ട് നമ്മളിത് എഴുതും. വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ക്ലിയർ? ഇപ്പം 3+2 എന്നും 2+3 2+3 3+2 എന്നത് സെയിം ആണ്. അതേപോലെ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത് വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ദിസ് ഈസ് ദി ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. This equation shows the relation between velocity and time. Clear? അപ്പോൾ ഈ ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. യു ഷുഡ് ലേൺ ദ ഇക്വേഷൻ ഓഫ് മോഷൻസ്. അപ്പോൾ ഇക്വേഷൻ വെച്ചിട്ടാണ് പ്രോബ്ലംസ് വരിക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ടുഡേ. സ്റ്റഡി വെൽ. ഓക്കെ, താങ്ക് യു.